നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാരുതിയുടെ പുതിയ ന്യൂ എപ്പിക് സ്വിഫ്റ്റ്. 4th ജനറേഷൻ സ്വിഫ്റ്റിൽ മാരുതി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലോഗോ ഗ്രില്ലിൽ നിന്നെടുത്ത് പുറത്തേക്ക് മാറ്റി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ലാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനിങ് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. താഴേക്ക് വന്നാൽ നമുക്ക് അതിൻ്റെ എയർ ഡാം കാണാൻ സാധിക്കും. ലോവർ ബമ്പറിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഒരു വൈഡ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് കൊണ്ടാവാം എയർ ഡാം ഇച്ചിരി ചെറുതായി പോയോ എന്നൊരു ഫീല് എനിക്ക് തോന്നുന്നു. എന്തായാലും സംഭവം പൊളിയാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം. വളരെ ചെറിയൊരു ഫോഗ് ലാമ്പാണ്. LED ആണ്. LED ഫോഗ് ലാമ്പാണ്. ഇത് ZXi പ്ലസ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്, അതായത് ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുന്നത്. ബാക്കി വേരിയൻറ്റുകൾ നമുക്ക് ആക്സസറീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കമ്പനി അല്ലെങ്കിൽ മാരുതി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു സ്മോക്കി ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അതേപോലെ തന്നെ L ഷേപ്പിലുള്ള DRLും അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ZXi പ്ലസ് 2 വേരിയൻറ്റിലാണ് ഈ ഹെഡ് ലാമ്പ് നമുക്ക് ലഭിക്കുന്നത്. ഇനി വശക്കാഴ്ചയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനിങ് അതിമനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് അതിലുള്ള ക്യാരക്ടറിസ്റ്റിക് ലൈനുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ ഈ ബോണറ്റിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ ഫ്രണ്ട് ഡോറിൽ കയറി അതേപോലെ തന്നെ ബാക്ക് ഡോറിൽ വന്ന് അത് വണ്ടി മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ലൈനാണ്, ക്യാരക്ടറിസ്റ്റിക് ലൈനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ടെയിൽ ലാമ്പ് യൂണിറ്റ് കയറി അതിൻ്റെ എഡ്ജിൽ തൊട്ട് ഡിക്കി വഴി കയറി അങ്ങനെ ഫുള്ള് നേരത്തെ പറഞ്ഞ തന്നെ ഫുള്ള് വണ്ടി ആ ഒരു സർക്കിൾ ഷേപ്പിൽ ആ ലൈൻ കവർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ടയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രിസിഷൻ കട്ട് അലോയ് വീൽസാണ് വരുന്നത്. പക്ഷേ ഡിസൈനിങ്ങിൽ മാരുതി വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 15 ഇഞ്ചിൻ്റെ ടയറാണ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നത്. ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. റിയർ സൈഡിലോട്ട് പറഞ്ഞാൽ ഇതൊരു ഡ്രം ബ്രേക്കാണ് വരുന്നത്. സൈഡ് വ്യൂവിൽ നമ്മൾ വന്നാൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ റിയർ സൈഡ് ഡോർ ഹാൻഡിൽ സി പില്ലറിൽ നിന്ന് എടുത്ത് മാറ്റി ഡോറിലേക്ക് പഴയ പോലെ തിരിച്ചാക്കിയിട്ടുണ്ട് മാരുതി. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ സൈഡ് അതിമനോഹരമായിട്ട് മാരുതിയുടെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പഴയതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിയർ സ്റ്റൈലാണ് കമ്പനി ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. റിയർ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിയർ വാഷർ, അതുപോലെ തന്നെ ഡീഫോഗർ, റിയർ വൈപ്പർ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ZXi പ്ലസ് എന്ന് പറയുന്ന 2 വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഫീച്ചേഴ്സിലൊക്കെ ലഭിക്കുക. അതുപോലെ തന്നെ റിയർ ക്യാമറ അത് നമുക്ക് ZXi പ്ലസ്സിൽ മാത്രമാണ് ലഭിക്കുക. ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണത്. റിയർ ഡോറിലാണ് അത് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി ടെയിൽ ലാമ്പ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിലൊക്കെ കാണുന്ന മാതിരിയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് മാരുതി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റിവേഴ്സ് ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും ഹാലജനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി റിയർ ബമ്പർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് LXi മുതലുള്ള ഓൾ വേരിയൻസിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് റിഫ്ലക്റ്റേഴ്സും മൗണ്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ബൂട്ട് സ്പേസിലേക്ക് നോക്കിയാൽ 265 ലിറ്ററിൻ്റെ വലിയൊരു ബൂട്ട് സ്പേസ് മാരുതി പുതിയ സ്വിഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പത്തെ സ്വിഫ്റ്റിൽ ഉണ്ടായിരുന്നതുപോലെ ജാക്കിങ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെയായിട്ട് സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. 14 ഇഞ്ചിൻ്റെ സ്പെയർ വീലാണ് നമുക്ക് മാരുതി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻറ്റീരിയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സൈഡ് ഡോറിൽ റിക്വസ്റ്റ് സെൻസർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡോർ പാനലിൽ നമുക്കൊരു ക്രോം എലമെൻറ്റ് സ്റ്റൈലിഷ് ആയിട്ട് ഒരു ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിൽ ഒരു ട്യൂട്ടറും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ചിൽ ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിൻ്റെ കീ കാര്യങ്ങൾ, 4 ഡോർ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ആം റെസ്റ്റ് നമുക്ക് ഡോറിൽ ലഭിക്കുന്നുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡർ, അതുപോലെ തന്നെ ചെറിയൊരു സ്പേസും നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീക്കറും തൊട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് ഈ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഇൻറ്റീരിയറിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ കീ കൊടുത്തിരിക്കുന്നതാണ്. തൊട്ട് ഇപ്പുറത്തായിട്ട്
ട്രാക്ഷൻ കൺട്രോൾ, കുറച്ച് ഡെമ്മി കീസും കൊടുത്തിട്ടുണ്ട്, ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും നമുക്കവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ലിവറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാരുതിയുടെ ഇനി വരുന്ന എല്ലാ വാഹനങ്ങളിലും റിയർ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സും കൂടെ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയതാണ്, എങ്കിലും പുതിയ സ്വിഫ്റ്റിലാണ് അതിൻ്റെ ഇൻഡിക്കേഷൻസ് നമുക്ക് ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കവിടെ കാണാം 3 സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അതായത് ബാക്ക് സൈഡിലെ 3 സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സും കമ്പനി ഇവിടെ ക്ലസ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ അപ്ഡേഷൻ ഒന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ വോളിയം കൺട്രോൾസും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോൾസും കാര്യങ്ങളുമാണ് വരുന്നത്. ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, ഫ്ലാറ്റ് ബോട്ടം. അതുപോലെ നമുക്കിത് ടിൽറ്റഡ് ആണ്. VXA ഓൺവേർഡ്സ് നമുക്ക് ടിൽറ്റഡ് സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ സെൻട്രൽ കൺസോളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 9 ഇഞ്ചിൻ്റെ ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമ്മുടെ മാരുതിയുടെ ബലേനയിൽ വരുന്ന അതേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ പ്രോ പ്ലസ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ആർക്കമീസിൻ്റെ മ്യൂസിക് സിസ്റ്റവും ഇൻബിൽട്ടായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാരുതിയുടെ സുസുക്കി കണക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻബിൽട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. 1 ഇയർ സബ്സ്ക്രിപ്ഷനും വരുന്നുണ്ട്. ജിയോ ഫെൻസിങ്, വെഹിക്കിൾ അലേർട്ട്, മൊബൈൽ വെഹിക്കിൾ ട്രാക്കിങ് തുടങ്ങിയ 40+ ഫീച്ചേഴ്സും നമുക്ക് ഈ സുസുക്കി കണക്റ്റ് ആപ്പിൻ്റെ കൂടെ മാരുതി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും നമുക്ക് ZXi, ZXi+ 2 വേരിയൻ്റ് അവൈലബിൾ ആണ്. സാധാ ചാർജിങ് സോക്കറ്റും ഒരു USB കണക്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. LXi ഓൺവേർഡ്സ് ഡിജിറ്റൽ AC ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ZXi, ZXi+ 2 വേരിയൻറ്റിൽ ഓട്ടോ ACയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തൊട്ടുപുറകിലായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ലെതർ റാപ്ഡ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് വരുന്നത്. താഴെയായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനും ഒരു വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചും നമുക്ക് കാണാൻ സാധിക്കും. ഇൻറ്റീരിയറൊക്കെ അതിമനോഹരമാണ്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഈ കോക്പിറ്റ് ഒരു 8 ഇഞ്ച് ഡ്രൈവർ സൈഡിലേക്ക് ചെരിച്ചാണ് മാരുതി അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡോറിൽ നമുക്ക് ഡോർ പാഡിലൊക്കെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡോർ പാഡിലും അതുപോലെ തന്നെ ഡാഷ്ബോർഡിലൊക്കെ കാണാൻ സാധിക്കും. പഴയ സ്വിഫ്റ്റിൽ കണ്ട പോലെയുള്ള ഇൻറ്റീരിയർ ലൈറ്റും കാര്യങ്ങളും തന്നെയാണ് ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ IRVM ഒരു സാധാ IRVM തന്നെയാണ്, ഓട്ടോ ഒന്നുമല്ല. ഡ്രൈവർ സൈഡ് നമുക്ക് സൺവൈസറും അതുപോലെ കോ ഡ്രൈവർ സൈഡ് സൺവൈസറും വരുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡ് സൺവൈസർ ഒരു വാനിറ്റി മിററും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റിയർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയർ സൈഡ് ഡോർ പവർ വിൻഡോ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെയുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈൻ നമുക്ക് റിയർ സൈഡിൽ ഡോർ പാനലിനും കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡറുണ്ട്, ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ കൊള്ളുന്ന രീതിയിലൊരു ബോട്ടിൽ ഹോൾഡറാണ്. നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ റിയർ സൈഡ് സ്പീക്കറും നമുക്ക് കാണാൻ സാധിക്കും. റിയർ സൈഡ് ഹെഡ് റെസ്റ്റ് എല്ലാം സ്പ്ലിറ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് 60/40 സ്പ്ലിറ്റപ്പും സാധിക്കുന്ന സീറ്റാണ് ZXiലും ZXi+ലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പുതിയ അപ്ഡേഷനിലെത്തിയതാണ് റിയർ AC വെൻറ്റുകൾ. ZXiലും ZXi+ലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടൈപ്പ് A, ടൈപ്പ് C ചാർജറുകളും നമുക്ക് പുതിയ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഒരു ചെറിയ മൊബൈൽ ഇങ്ങനെ വെക്കുന്ന രീതിയിലുള്ള, ചാർജ് ചെയ്യാൻ വേണ്ടി ഈസിക്ക് നമുക്ക് വെക്കാവുന്ന രീതിയിൽ ചെറിയൊരു ഹോൾഡറും നമുക്ക് റിയർ AC വെൻറ്റിൻ്റെ സൈഡിൽ ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഹൃദയം എന്ന് പറയുന്ന എൻജിൻ റൂമാണ്. 1.3 സിലിണ്ടർ Z സീരീസ് എൻജിനാണ് പുതിയ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അതിലെടുത്ത് പറയേണ്ട കാര്യം വാഹനത്തിൻ്റെ മൈലേജ് തന്നെയാണ്. 26 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ മൈലേജ്. അതുപോലെ തന്നെ ബോണറ്റിൽ അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരാതിരിക്കാനുള്ള സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ബുക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതേപോലെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ്.